വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണ സംഘം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടുത്തെത്തിയിരിക്കുകയാണ്. കെ സുരേന്ദ്രന്റെ സെക്രട്ടറി ദീപിനെ നാളെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിപ്പിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് തൃശൂർ പോലീസ് ക്ലബിലെത്താൻ അന്വേഷണ സംഘം ദീപിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ദീപിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചതോടെ കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണ സംഘം കെ സുരേന്ദ്രനിലേക്ക് എത്തുന്നു എന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. ഉടൻ തന്നെ സുരേന്ദ്രനെയും അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്തേക്കാമെന്നാണ് സൂചനകൾ. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത്രയും വലിയൊരു വിവാദത്തിൽപ്പെട്ടിട്ടും പാർട്ടിക്കകത്ത് സുരേന്ദ്രന് യാതൊരു പിന്തുണയുമില്ല. ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന് ഈ സമയത്ത് പോലും പിന്തുണ നൽകാത്തത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പ്രശ്നമാണെന്ന് കരുതാം. പക്ഷേ പാർട്ടിയുടെ ഒരു ഗ്രൂപ്പ് പ്രശ്നത്തിലും ഇടപെടാത്ത നടൻ സുരേഷ് ഗോപി പോലും കെ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയകരം. മുരളീധരനെയും ശോഭാ സുരേന്ദ്രനെയും പോലെ സുരേന്ദ്രന് അനുകൂലമായി ഒരു പ്രസ്താവന വരെ സുരേഷ് ഗോപി ഇതുവരെ നടത്തിയിട്ടില്ല. പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കുഴൽപ്പണമിടപാടിൽ കെ സുരേന്ദ്രനെതിരെ സുരേഷ് ഗോപി അമർഷവും രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ. ബി.ജെ.പിയിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറിയെക്കുറിച്ചും കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടും പാർട്ടിയെ ഏകാധിപത്യ രീതിയിൽ ഭരിച്ചവർ തന്നെ പ്രതിരോധിക്കട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് സുരേഷ് ഗോപി എന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും അവഗണിച്ച പാർട്ടി സ്ഥാനങ്ങൾ മുതൽ സ്ഥാനാർത്ഥിത്വം വരെ തെരഞ്ഞെടുപ്പ് ഫണ്ടും വരെ സ്വന്തം ഗ്രൂപ്പുകാർക്ക് വീതം വെച്ച് നൽകി ഏറ്റുവാങ്ങിയതാണ് കനത്ത പരാജയം. സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച പാർട്ടിയെ രക്ഷിക്കണം എന്നാണ് സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളുടെ രഹസ്യ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രന് അനുകൂലമായി സുരേഷ് ഗോപി ഇതുവരെ ഒരക്ഷരം മിണ്ടാത്തത്. സുരേന്ദ്രൻ മാറാതെ സംഘടനയെ അപജയത്തിൽ നിന്ന് മുക്തമാക്കാൻ കഴിയില്ലെന്ന് RSS നേതൃത്വത്തിന്റെ വിലയിരുത്തലും ഇതിന് ആക്കം കൂട്ടുകയാണ്. കഴിഞ്ഞ ദിവസം RSS കാര്യാലയത്തിലേക്ക് വി മുരളീധരനെ വിളിച്ചു വരുത്തി RSS സംഘപരിവാറിന്റെ തീരുമാനം അറിയിച്ചതായാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4% വോട്ടും സിറ്റിംഗ് സീറ്റും നഷ്ടപ്പെടുത്തിയവരുടെ ന്യായീകരണങ്ങൾക്ക് പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നാണ് RSSന്റെ വിലയിരുത്തൽ. കുഴൽപ്പണ കേസിൽ കത്തിക്കുത്തുവരെ നടന്ന സാഹചര്യത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത പാർട്ടിക്കുണ്ടായ അപകീർത്തി മാറ്റാൻ സുരേന്ദ്രൻ രാജിവെക്കുന്നതിന് പകരം ന്യായീകരിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം കൂടുതൽ തകർച്ചയിലേക്ക് പാർട്ടിയെ എത്തിക്കുമെന്നാണ് സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ നൽകുന്ന സൂചന. തെരഞ്ഞെടുപ്പിൽ നേരിട്ട തകർച്ചയേക്കാൾ വലിയ തകർച്ചയാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് സംഭവിച്ചിരിക്കുന്നത്. പൊതുസമൂഹത്തിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ബി.ജെ.പി. ഇപ്പോൾ 1991 നിലയിലേക്ക് പാർട്ടിയെ പുറകോട്ട് നയിച്ച ധാർഷ്ട്യം നിറഞ്ഞ പക്വതയില്ലാത്ത പ്രസിഡന്റിന്റെ, അതായത് സുരേന്ദ്രന്റെ നിലപാടുകൾ അവസാനത്തേതാണ് മാധ്യമങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന നിലപാട്. ഇത് ബി.ജെ.പിയുടെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടെന്നും സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ കൊടകര കുഴൽപ്പണ കേസിലടക്കം കടുത്ത അമർഷമാണ് സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കുഴൽപ്പണമിടപാട് നടക്കുന്നത് തൃശൂരിലാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജനവിധി തേടിയത് തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. തന്റെ മണ്ഡലത്തിലെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണമായിരുന്നു ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അട്ടിമറിക്ക് വിധേയമായത്. അതിനാൽ തന്നെയായിരിക്കാം കൊടകര കുഴൽപ്പണ കേസിലടക്കം കടുത്ത അമർഷം സുരേഷ് ഗോപി രേഖപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ ചെലവുകൾക്കായി കൊണ്ടുവന്ന പണമാണ് തട്ടിയെടുക്കൽ നാടകത്തിലൂടെ നഷ്ടമായതെന്ന് നേരത്തെ അന്വേഷണ സംഘവും വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ കുഴൽപ്പണം ഇടപാടിലൂടെ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് എന്ന് വ്യക്തം. ബി.ജെ.പി. നേതാക്കളുടെ അറിവോടെയാണ് കുഴൽപ്പണ കവർച്ച ആസൂത്രണം ചെയ്തെന്ന റിപ്പോർട്ടുകളുമുണ്ട്. തന്റെ മണ്ഡലത്തിലെ ചെലവുകൾക്കായി കൊണ്ടുവന്ന പണം നഷ്ടമായതിലും അതിന് നേതാക്കൾ കൂട്ടുനിന്നതിലും സുരേഷ് ഗോപിക്ക് കടുത്ത അമർഷമുണ്ട് എന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.